ഇത് തന്നെ ഇപ്പോൾ കംബോഡിയൻ പട്ടാളക്കാർ കുറച്ച് പേര് തായ്ലൻഡ് കയ്യിലുള്ള ഈ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ പോയിട്ട് എന്തോ അവരുടെ തായ്ലൻഡിൻ്റെ ദേശീയഗാനം പാടിയതാണത്രേ ഇതിൻ്റെ ഒരു പ്രശ്നമായിട്ട് മാറിയത്. 1,38,000 പേരെ സ്ഥലത്ത് നിന്ന് ഒഴിപ്പിക്കേണ്ടി വന്നു. 818 കിലോമീറ്റർ അതിർത്തിയുണ്ട്. എന്നിട്ടാണ് ഈ പറയുന്ന അതിർത്തിയിലാണ് ആകെപ്പാടെ പ്രശ്നം ഉണ്ടാകുന്നത്. ഇത് കൂടുതൽ മുകളിലേക്ക് പോകുമെന്നാണ് ഭയപ്പെടുന്നത്. കാരണം അവിടെ പലപ്പോഴും തർക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇതുപോലെ ഈ ആയുധങ്ങൾ ഇങ്ങനെ ഈ ബോംബും മറ്റുമൊക്കെ പ്രയോഗിക്കുന്നത് ആദ്യമായിട്ടാണ് എന്നാണ് കേൾക്കുന്നത്. ഇത് പുറത്തു നിന്ന് ആർക്കെങ്കിലും ഇടപെട്ട് പരിഹരിക്കാവുന്ന ഒരു കാര്യമല്ലല്ലോ സ്വാഭാവികമായിട്ട്. ഇപ്പോൾ അവിടെ ബുദ്ധമത രാഷ്ട്രങ്ങളാണ് രണ്ടും. അവിടെ പല നൂറ്റാണ്ടുകൾക്ക് മുന്നിലുള്ള പല കെട്ടിടങ്ങളും ഹിന്ദു ക്ഷേത്രങ്ങളും ബുദ്ധക്ഷേത്രങ്ങളായിട്ടും തിരിച്ചുമൊക്കെ മാറിയിട്ടുണ്ട് ഈ കാലത്തിന് ഇടയിൽ. ഇവർ പക്ഷേ ഇത് രണ്ടും ശിവക്ഷേത്രങ്ങളായിട്ട് നിൽക്കുന്നതാണ്. എനിക്ക് തോന്നുന്നു ആരാധനാലയം എന്ന നിലക്കുള്ളതിനേക്കാൾ കൂടുതൽ ചരിത്രപരമായുള്ള പ്രാധാന്യത്തോടെയാണ് അവിടെ സംരക്ഷിക്കപ്പെടുന്നത്. പക്ഷേ ഇതിനകത്ത് ഏറ്റവും പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ പറയേണ്ടുന്ന ഒരു കാര്യം, ഇതിനകത്ത് എപ്പോഴും ഈ കുഴപ്പമുണ്ടാകുന്നത് യഥാർത്ഥത്തിൽ ഈ ഭരണകർത്താക്കളെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിനനുസരിച്ചാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇത് നമ്മുടെ ഒരു കോമൺ ഒരു ചരിത്രത്തിൻ്റെ ഭാഗമാണ്. നമുക്ക് പരസ്പരം സ്നേഹിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു പ്രേരകമായിട്ട് ഇത്തരം ചരിത്ര സ്മാരകങ്ങൾ വർത്തിക്കുകയാണ് വേണ്ടത് എന്ന ശരിയാം വിധമുള്ള നിലപാടുള്ള ഭരണകർത്താക്കൾ ഉണ്ടാവുകയാണെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇത് ഞങ്ങളുടെ അഭിമാന സ്തംഭമാണ്, അവരുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ ഇങ്ങോട്ട് എടുക്കണമെന്ന് രണ്ടുപേരും വിചാരിക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. യഥാർത്ഥത്തിൽ ചരിത്ര സ്മാരകങ്ങൾ കുഴപ്പമുണ്ടാക്കുന്നതല്ല, ഈ കാലത്ത് ഭരിക്കുന്ന ആളുകളുടെ ഒരു കാര്യങ്ങളെക്കുറിച്ചുള്ളൊരു വിചിന്തന പ്രശ്നമാണ് ഈ പ്രശ്നങ്ങളാകെ ഉണ്ടാക്കുന്നത്. ചെറിയ രാജ്യങ്ങളാണ് താരതമ്യേന, വലുപ്പം കൊണ്ടെല്ലാം പറയുന്നത് ചെറിയ താരതമ്യേന അങ്ങനെ കണക്കാക്കുന്ന രാജ്യങ്ങളാണ്. പക്ഷേ ഈ പ്രശ്നം നമ്മളിപ്പോൾ കാണുന്ന വലിയ സംഘർഷത്തിൻ്റെ അവസ്ഥയിലേക്ക് മാറിക്കൂടായികയില്ല. നേരത്തെ നമ്മൾ ഡാറ്റാ ഷീറ്റിൽ പറഞ്ഞതുപോലെ ആയുധം വിൽക്കുന്നതൊക്കെ മറ്റെല്ലാവർക്കും ആയുധം വിൽക്കുന്ന ആളുകൾ തന്നെയാണ്, വമ്പൻ കക്ഷികളാണ് എന്നതുകൊണ്ട് എത്രത്തോളം പോകും എന്ന് നമുക്ക് ഇപ്പോൾ പ്രവചിക്കാൻ സാധിക്കുന്നതല്ല. പെട്ടെന്ന് ഒഴിഞ്ഞു പോകട്ടെ പ്രശ്നങ്ങൾ എന്ന് ആഗ്രഹിക്കാനേ നമുക്ക് പറ്റുമെന്ന് തോന്നുന്നു.